ഇതേ ഇന്ന് നമ്മൾ നമ്മുടെ ചേച്ചിമാർക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുക. നമുക്ക് ജസ്റ്റ് ഒരു ഓണക്കൂടി നമുക്ക് അവർക്ക് കൊടുക്കാം. അവർ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നതാണ്. അപ്പം എല്ലാവരും ഇതേ രാത്രിയിൽ പുതിയ സ്റ്റോക്കുകൾ വന്നതെല്ലാം പൊട്ടിക്കുന്നു, വിലയിടുന്നു, എല്ലാം കയറ്റി വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അവരെല്ലാവരും താഴേക്ക് ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്താം കേട്ടോ. അപ്പം എല്ലാവരും തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിനി ജസ്റ്റ് അവർക്ക് കൊടുക്കാം. വിളിച്ച് കുട്ടിയേക്കണ എന്തിനാന്ന് മനസ്സിലായോ? അപ്പം ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? നമ്മുടെ ഓണമൊക്കെ എങ്ങനെയുണ്ട്? നമ്മുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകണം? ഉറക്കെ പറ, കേക്കട്ടെ. അടിപൊളി. നിങ്ങളെല്ലാം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ടോ കസ്റ്റമേഴ്സിനെ ഒക്കെ? ഓക്കെ. ഈ തവണ നമ്മൾ ഓണം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാനാണ് ഇപ്പം ജസ്റ്റ് ഒന്ന് വിളിച്ചു കൂട്ടിയത്. ഈ ഓണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഈ ഗ്രൻസ് ഫാമിലിയുടെ വക എല്ലാവർക്കും ഒരു ഓണക്കോടി തരാൻ വേണ്ടിയാട്ടോ വിളിച്ചേക്കണത്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഓണക്കോടി ആദ്യം നമ്മളെ ഫുള്ളി സപ്പോർട്ട് ചെയ്യണം നമ്മുടെ CBMAക്ക് കൊടുത്തു തുടങ്ങാം. തലമൂത്ത കാരണവർക്ക് കൊടുത്ത് നമുക്ക് തുടങ്ങാം. നമ്മൾ കൊടുത്തിരിക്കുന്നു. അടുത്തത് നമ്മുടെ താഴത്തെ ലീഡറായി നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ശൈലജ ചേച്ചിക്കാണ്. അടുത്ത എല്ലാ ഹൃദയം നിറഞ്ഞ ഓണത്തിന്റെ ആശംസകളോടുകൂടി നമ്മളെല്ലാവർക്കും ഓണക്കൂടി വരാം. ബാ, ഓരോരുത്തർ ഓടി വാ. ജോമിക്കുട്ടർ ഒരു ഓണത്തിന്റെ ഗിഫ്റ്റ് ഓണക്കോടിയായിട്ട് ജോമിക്കുട്ടർ കൊടുത്തിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം, ഓണാശംസകൾ എല്ലാവർക്കും. അപ്പൊ നമ്മൾ അടിച്ചു പൊളിക്കുക.